ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുൻപേടെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബാലനും മക്കളും കൂടി പുറത്ത് പോയി തിരിച്ചു വരുക. അപ്പോൾ കാറിലിരുന്ന് ബാലൻ വണ്ടി നിർത്തിയിട്ട് പറയുവാണ്, മക്കളെ, അലീന എന്തിനാണ് ഇവിടെ നിന്ന് പോയെന്ന് നിങ്ങൾക്കറിയാലോ. അവൾക്ക് പോകാനായിട്ട് തീരെ താല്പര്യം ഉണ്ടായില്ല എന്ന് നിങ്ങൾക്കറിയാലോ. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെയൊക്കെ വിട്ടിട്ട് അവൾ പോയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മേനെ തിരിച്ചു വിട്ടാനും അതേപോലെ തന്നെ നിങ്ങളുടെ അമ്മ ഇട്ടേക്ക് തിരിച്ചു വരാനും വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയാലോ എന്ന് ചോദിക്കുക. അപ്പോൾ രോഹി പറയും, അറിയാം അച്ഛാ എന്ന് പറയും. അവൾക്ക് അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അവളുടെ അധികാരവും സാമ്രാജ്യവും ഒക്കെ തിരിച്ചെടുക്കണം എന്നുള്ളൊരു മിഥ്യാധാരണയിലാണ് അവൾ തിരിച്ചു വന്നേക്കണേ. അപ്പോൾ അതിൽ എന്നെ തോൽപ്പിക്കണം, അതേപോലെ തന്നെ നിങ്ങളെയൊക്കെ തിരിച്ചെടുക്കണം, അതായത് നിങ്ങളെയൊക്കെ അവളുടെ കൂട്ടത്തിലാക്കണം, ഇതാണ് അവളുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, അല്ലാതെ ഞങ്ങളുടെ ഇടയിൽ പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾ വരണ്ട, മനസ്സിലായല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവരിങ്ങനെ മനസ്സിലായി അച്ഛാ എന്ന് പറയും. അപ്പോൾ ബബി, എനിക്കറിയാം നിനക്ക് വൈജ് പറയുന്ന ചില കാര്യങ്ങളോട് ഒത്തുപോകാൻ പറ്റില്ല എന്ന്. അങ്ങനെ വരുമ്പോൾ നീ സമാധാനപ്പെടണം. ഇനി നിനക്ക് പ്രതികരിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള സമയത്ത് നീ എന്നോട് വന്ന് പറയാം, ഞാൻ അതിന് വഴി കാണണം എന്നൊക്കെ ഇങ്ങനെ ബാലനിങ്ങനെ നല്ല രീതിയിൽ ഉപദേശിച്ചു കൊടുക്കും. അപ്പോൾ ഇവർ മൂന്നുപേരും ശരി അച്ഛാ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, നമുക്ക് എന്നാൽ ഇറങ്ങാം എന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് വരെ ഇറങ്ങാം. അങ്ങനെ ഇറങ്ങി ഇവർ അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ വൈജി ഇങ്ങനെ കരുതുള്ളി വരും കേട്ടോ. എന്നിട്ട് ചോദിക്കും, എന്തായാലും രോഹി നീ ബിരിയാണി കഴിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ രോഹി പറയും, ഇല്ലമ്മേ ഞാൻ ബിരിയാണി അല്ല കുഴിമന്തിയാണ് കഴിച്ചത് എന്ന് പറയും. അപ്പോൾ ബബിതയോട് ചോദിക്കും, എന്താ കഴിച്ചോടി എന്ന് ചോദിക്കും. അപ്പോൾ ബബി പറയും, ഞാനേ ഒരു കിംവദന്തി ഫ്രൈ കഴിച്ചു എന്ന് പറയും. അപ്പോൾ വൈജയ്ക്ക് ഇഷ്ടമാവില്ല കേട്ടോ. അപ്പോൾ വൈജ പറയും, എന്താണ് നീ എന്നെ കുരങ്ങളിപ്പിക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ബബിത പറയും, കുരങ്ങളിപ്പിക്കണ ആരാ കുരങ്ങ് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഇവർ വൈജ പറയും, ഇപ്പം ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു, പുറത്ത് പോയി കഴിച്ചിട്ട് വരും, നീയൊക്കെ എന്നെ തോപ്പിക്കാനാ, നീയൊക്കെ ഇത്രയും നാളെ എൻ്റെ അടുക്കളയിൽ ഉണ്ടാക്കിയ സാധനം കഴിച്ചല്ലേ ഇത്രയും വളർന്നേന്ന് ചോദിക്കും. അപ്പോൾ കൃഷ്ണമോൾ പറയും, അല്ലാന്ന് അവർ പറഞ്ഞില്ലല്ലോ അമ്മേ, ഞങ്ങൾ കഴിക്കാമെന്ന് പറഞ്ഞല്ലോ, ഓരോ അവസരങ്ങൾ ചിലപ്പോൾ അല്ലേ കിട്ടുള്ളൂ. പറയാണ്, എന്നും ഇങ്ങനെ പുറത്തു പോയി ആഹാരം കഴിക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം ഓർക്കണം, ആരും നിങ്ങൾക്ക് കൂട്ടു നിൽക്കില്ല എന്നൊക്കെ ഓർക്കണം എന്ന് പറയും. അപ്പോൾ എന്നിട്ട് പറയും, വൈജ് പറയും, ഇതെൻ്റെ വീടാ, ഇവിടെ ഉള്ളവരെ എന്ത് കഴിക്കണം, എവിടെ പോയി കഴിക്കണം എന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്, എൻ്റെ വീടാന്ന് ഇങ്ങനെ എടുത്തെടുത്ത് പറയാം കേട്ടോ. അപ്പോൾ തന്നെ ബബിത ഇതിനെ ബാലചന്ദ്രൻ്റെ അടുത്തായിട്ട് ചെന്നിട്ട് ചോദിക്കും, അച്ഛനൊന്നും പറയാനില്ലേ, അച്ഛനെന്താ മിണ്ടാതിരിക്കുന്നേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, ഞാനെന്ത് പറയാനാ. അപ്പോൾ പറയും, എൻ്റെ അമ്മ മരിച്ചു പോയിട്ട് കാലം കുറയും, എനിക്ക് ഭാര്യയില്ല എന്ന് പറയും. ഭാര്യയും മരിച്ചു എന്ന് പറയുമ്പോൾ വൈജയന്തി ഇങ്ങനെ ഞെട്ടി നോക്കുക കേട്ടോ. അപ്പോൾ വൈജയന്തി വന്നിട്ട് ചോദിക്കും, അപ്പോൾ ഞാനാരാ എന്ന് ചോദിക്കും. എൻ്റെ ഭാര്യ എൻ്റെ മനസ്സിൽ നിന്ന് പോയി, തിരിച്ചു കയറാനായിട്ട് എൻ്റെ ഭാര്യ അനുവാദം ചോദിച്ചിട്ടുമില്ല, ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ ഞാനാരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനില്ലാത്തൊരു സമയത്ത് തക്കം പാത്ത് വന്ന് കയറിയ പ്രേതം എന്ന് പറയും, ഞാനില്ലാത്ത സമയത്ത് വലിഞ്ഞു കയറി വന്ന പ്രേതമാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കൃഷ്ണമോളും രോഹിയും ബബിതയൊക്കെ അവരവരുടെ റൂമിലേക്ക് വേദന കയറിപ്പോയി. വൈജയന്തി ഇങ്ങനെ വെട്ടിത്തെരിച്ച് ഇങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കുക, കാരണം ഒന്നും പിടിച്ചെടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് മട്ടിലിങ്ങനെ സ്റ്റാൻലിയും ഔതുകുട്ടിച്ചായനും കൂടി ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഔതുകുട്ടിച്ചായൻ ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞപ്പോൾ നിർത്തി. അപ്പോൾ സ്റ്റാൻലി പറയുന്നത്, ഓടി ഒഴിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഔതുകുട്ടിച്ചായൻ പറയും, എനിക്ക് വേണ്ട ലാലിച്ച എന്ന് പറയും. അപ്പോൾ ലാലിച്ച, അതെന്താ അപ്പച്ചാ ഒന്നിലും നിർത്തിയേ, സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ ഇതൊന്നും കിട്ടത്തില്ല, അവിടെ ഇതുണ്ടാവില്ല, ഐസ് ഉണ്ടാവില്ല, ടച്ചിങ്സ് ഉണ്ടാവില്ല, പിന്നെ അന്ന് ഇത് കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ, അതും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഔതുകുട്ടിച്ചായൻ പറയും, മതി നിർത്ത് എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി ചിരിച്ചുകൊണ്ട് പറയും, അപ്പച്ചൻ എന്താ ഇത് കുടിക്കാത്തതെന്ന് ഞാൻ പറയട്ടെ, അപ്പച്ചന് പേടിയാ, അപ്പച്ചൻ്റെ ചിന്നമ്മേനെ പേടിയായതുകൊണ്ടല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഔതുകുട്ടിച്ചാൻ പറയും, പിന്നെ അവൾ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് പേടിയുണ്ടായില്ല, പിന്നെ അല്ലേ ഫോട്ടോസ്റ്റാറ്റ് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ചിരിച്ചുകൊണ്ട് പറയും, മിനിഞ്ഞാന്ന് പോകാനായിട്ട് ഇവിടെ നിന്ന് ചാടിത്തുള്ളി വന്ന അപ്പച്ചൻ എന്താ പോകായിരുന്നേ, ഇവിടെ നിന്ന് എന്തുകൊണ്ടാണ്, അവളെ കണ്ടിട്ടല്ലേ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് പറയും, അപ്പച്ചാ എൻ്റെ മോളെങ്ങനെയുണ്ട്, അവൾ ഒരു രാജകുമാരിയല്ലേ, അവൾക്ക് നല്ല സ്വഭാവമല്ലേ, ചടക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അവിടെ കുട്ടിച്ചായ പറയും, പിന്നെ എന്നാ സംശയം, അതേടാ മോനെ എന്നൊക്കെ പറയും. അപ്പോൾ സ്റ്റാൻലി പറയും, ഇത് കഴിഞ്ഞ് ഞാനും എൻ്റെ മോളും കൂടി ലോകം മൊത്തം ചുറ്റാൻ പോകും പറയും. അപ്പോൾ അവിടെ കുടിച്ചാൽ എന്നെ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കും. അപ്പം ആരെയും കൊണ്ടുപോകത്തില്ല, ഞാനും എൻ്റെ മോളും മാത്രം
ഞങ്ങൾ എന്നിട്ട് ആകാശത്ത് കൂടെ പാറി നടക്കും, മഞ്ഞുമലയിൽ പറന്ന് നടക്കും എന്നൊക്കെ ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മൾ ഔതക്കുട്ടിച്ചായൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക. എന്നിട്ട് പറയും, എന്നിട്ടേ ഞങ്ങൾ ലോകം മൊത്തം ചുറ്റിക്കറങ്ങി തിരിച്ചു വന്നതിന് ശേഷം ഒരു നല്ല കോടീശ്വരനായ ഒരു ചെറുപ്പക്കാരനെ, ക്രിസ്ത്യാനി ചെറുക്കനെ കൊണ്ട് ഞാൻ അവളെ കല്യാണം കഴിപ്പിക്കും. അവൾ ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടിനൊക്കെ അവൾക്ക് സന്തോഷം ഞാൻ ഇനിയുള്ള ജീവിതത്തിൽ സന്തോഷം ഞാൻ കൊടുക്കും എന്നൊക്കെ ഇത് പറയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കരയുന്നുണ്ട് സ്റ്റാൻലി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വിഷമമൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അവളെ കുറിച്ച് മതി നിർത്ത്, നമ്മളിങ്ങനെ കാണിച്ചാൽ അവൾക്ക് ഇഷ്ടമല്ലത്, ഇത് അവൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് നമ്മളോടുള്ള വില പോകത്തില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു ഇതുമില്ലാതെ സ്റ്റാൻലി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വിഷമിച്ച്. ഇതിന് ശേഷം ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമായിരുന്നു. എനിക്ക് കൂട്ടിന് കുറച്ച് നായ്ക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് കിട്ടിയ എൻ്റെ രാജകുമാരിയാണ് അവൾ. ഞാൻ അവളുടെ പേര് മാറ്റി പ്രിൻസസ്, കുളത്തൂർ പുഴയിലെ പ്രിൻസസ് അവൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്റ്റാൻലി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വല്യപ്പച്ചൻ പറയും, മതി നിർത്ത്, ഇനി നീ പോയി കിടക്ക് എന്നൊക്കെ പറയും. ഞാൻ പിടിച്ചു കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയും, എന്നെ ആരും പിടിക്കണ്ട, എന്നെ താങ്ങാനായിട്ട് ആരും ഉണ്ടായിട്ടില്ല. ഞാനിവിടെ കഴിയുമ്പോൾ എൻ്റെ മോൾ 23 വർഷം ആരും ഇല്ലാതെ എവിടെയോ കിടന്ന് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിങ്ങനെ സ്റ്റാൻലി ഇങ്ങനെ കരഞ്ഞ് ഇങ്ങനെ എൻ്റെ മോള് രാജകുമാരിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു പോയി റൂമിൽ കയറി. ഈ സമയത്ത് നമ്മുടെ ഔതക്കുട്ടിച്ചായൻ അലീനയുടെ റൂമിൽ പോയി മുട്ടുകയാണ്. അപ്പോൾ മുട്ടുമ്പോൾ വാതിൽ തുറക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ തന്നെ ഇത് തുറന്നകത്ത് കയറുമ്പോൾ അലീന പിണങ്ങിയിരിക്കുന്നു. ശരിക്കും കഴിഞ്ഞോ നിങ്ങളുടെ കൂട്ടാടലൊക്കെ? പറയും, എന്തുമാത്രമാണ് കുടിക്കുന്നേ എന്നൊക്കെ ചോദിക്കും. അപ്പോഴും ഇന്ന മോളെ ഞാനൊരു ഗ്ലാസ്സേ കുടിച്ചോളൂ, അതവൻ നിർബന്ധിച്ചോണ്ടാണ് എന്നൊക്കെ പറയും. അപ്പോൾ അലീന പറയും, വല്യപ്പച്ചൻ്റെ കാര്യമല്ല, വല്യപ്പച്ചൻ്റെ മോനാ, എത്രത്തോളം മദ്യം കുടിക്കണമെന്ന് പിന്നെ ഓർമ്മയുണ്ടാവും ചോദിക്കും. അപ്പോൾ ഇല്ല മോളെ, അതൊന്നും കുഴപ്പമുള്ളതൊന്നുമല്ല, അവൻ മിലിറ്ററിയിൽ മുതൽ ഇത് കഴിക്കുന്ന ശീലമുള്ളതുകൊണ്ട് അവനിക്ക് മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ അതൊക്കെ വലിയ ഈ നാട്ടിൽ കിട്ടുന്ന പോലത്തെ വിഷമുള്ള മദ്യമൊന്നുമല്ല, ഇത് വിദേശത്തു നിന്ന് അവൻ വരുത്തണതാണ്, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണെന്നൊക്കെ പറയും. അപ്പോൾ അനിയന് പറയും, മദ്യം തന്നെയല്ലേ ഇത്? അപ്പോൾ ഒരു പിന്നെ മോളെ അവൻ അതിന് എല്ലാ ചെക്കപ്പുകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നതാണ് വർഷാവർഷം എന്നൊക്കെ പറയും. പ്രായം കൂടുന്നതോടും കുടിയുടെ അളവ് കുറയ്ക്കണ്ടേ എന്ന് ചോദിക്കും. അപ്പോൾ അത് കുടിച്ചാൽ പറയും, ശരിയാണ്, ഞാനിപ്പോൾ പണ്ടത്തെ പോലെ കുടിക്കുന്നൊന്നുമില്ല, ഒരു ഇത്തിരി കുടിക്കും, അത്രേ ഉള്ളൂ എന്നൊക്കെ. ഇങ്ങനെ കുടിച്ച് നശിക്കുമ്പോൾ വല്യപ്പച്ചന് ചോദിച്ചൂടെ, നിനക്ക് ഇങ്ങനെ കുടിച്ച് നശിക്കണോ, ഇങ്ങനെ ഇതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നു മോളെ, ഞാനില്ലെങ്കിലും അവനിങ്ങനെ കുടിക്കും, അത് അവനക്കൊരു ശീലമായിപ്പോയി എന്ന് പറയും. ഞാൻ ഇതൊക്കെ പറയുന്നത്, ഞാൻ ആരാ ഇതൊക്കെ പറയാനായിട്ട്? ഞാനിവിടെ ഒരു കുറേ കറുത്ത പട്ടിയുടെ കൂടെ ഒരു വെളുത്ത പട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഔതക്കുട്ടിച്ചായന് ചിരി വരും. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.